ഇന്ന് വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത ബി.ജെ.പി. നേതാവ് എം.എസ്. കുമാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു അല്ലേ? ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെ അതായത് നേതൃത്വത്തിനെതിരെ വലിയ രീതിയിൽ അതൃപ്തി പരസ്യമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം. ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറിയും കോർപ്പറേഷൻ തിരുമല വാർഡ് കൗൺസിലറുമായ അനിൽകുമാർ ജീവനൊടുക്കാൻ കാരണമായത് അദ്ദേഹം ബി.ജെ.പിയുടെ ഭാഗമായതിനാലാണെന്ന് കുമാർ പറയുന്നുണ്ട്. അതെ, ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു, അന്ന് അനിലിന്റെ ആത്മഹത്യക്കുറിപ്പ് വരുമ്പോൾ നമ്മുടെ ആളുകൾ എന്നൊരു പരാമർശം ഉണ്ടായിരുന്നു. അത് ബി.ജെ.പിക്കാരല്ല എന്ന് വരുത്തി തീർക്കാൻ മുരളീധരൻ അടക്കം ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത്തരം സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പ എടുത്തതിൽ 90% അത് ബി.ജെ.പിക്കാരാണെന്നും തിരിച്ചടയ്ക്കാത്തതിൽ 95% ബി.ജെ.പിക്കാരാണെന്നും അദ്ദേഹത്തിന്റെ ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. അനിലിന്റെ ആത്മഹത്യയുടെ കാര്യവും കൂട്ടിച്ചേർത്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. പാർട്ടിക്ക് ചെയ്യാൻ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പാർട്ടി ചെയ്തില്ല എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടി കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. ബി.ജെ.പി. ഈ നിലയിൽ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ, നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അനിൽകുമാറിനെ പോലെ തനിക്കും താൻ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരും എന്നതുകൂടി കുറിപ്പിൽ പറയുന്നുണ്ട്. വിശദമായ തന്നെ റിപ്പോർട്ട് കാണാം. തിരുവനന്തപുരം നഗരസഭാ കൗൺസിലറായിരുന്ന തിരുമല അനിൽ ബാങ്കിലെ പ്രതിസന്ധിയും പണമടയ്ക്കാത്തത് പ്രതിസന്ധി ഉണ്ടാക്കിയെന്നും കുറിപ്പെഴുതിയാണ് ആത്മഹത്യ ചെയ്തത്. ഫാം ടൂർ സൊസൈറ്റിയിൽ നിന്ന് വായ്പയെടുത്ത 70% പേരും ബി.ജെ.പിക്കാരാണെന്നും ഇതിൽ തിരിച്ചടയ്ക്കാത്തവരിൽ 90% ബി.ജെ.പിക്കാർ തന്നെയാണെന്നും എം.എസ്. കുമാർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. വായ്പ തിരിച്ചടയ്ക്കാത്തവരിൽ സാധാരണ പ്രവർത്തകർ മുതൽ സംസ്ഥാന ഭാരവാഹികളായ സെൽ കൺവീനർമാർ ഉൾപ്പെടെയുണ്ട്. നിക്ഷേപം വായ്പയായി കൈപ്പറ്റി മുങ്ങി നടക്കുന്നവർ മാന്യന്മാരും ജനനേതാക്കളുമാകുന്നുണ്ട്. കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ സഹകരിക്കാതെ മാറി നിൽക്കുന്ന സ്ഥിതി വന്നതുകൊണ്ടാണ് അനിലിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. മരിച്ചു കഴിഞ്ഞ് നെഞ്ചത്ത് റീത്ത് വയ്ക്കുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്നും അടുത്ത ദിവസങ്ങളിൽ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്തവരുടെ പേരുകളും അവർ അടയ്ക്കേണ്ട തുകയും വെളിപ്പെടുത്തുമെന്നും എം.എസ്. കുമാർ ഫേസ്ബുക്കിൽ പറയുന്നു. ബി.ജെ.പി. നേതാക്കളെ സഹായിച്ചെന്നും തിരിച്ചുപിടിക്കാൻ ധാരാളം തുകയുണ്ടെന്നുമായിരുന്നു അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ്. തിരുമല അനിലിന്റെ മരണത്തിന് കാരണം ബി.ജെ.പി. ആണെന്ന് വ്യക്തമാക്കുന്നതാണ് എം.എസ്. കുമാറിന്റെ വെളിപ്പെടുത്തൽ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.